ഇപ്പൊ ഇവര് ബോധവൽക്കരണം നടത്തി എന്ന് പറഞ്ഞത് നമുക്ക് അതിന്റെ ഡയറക്ഷൻ മേളിൽ നിന്ന് ഉണ്ടായിരുന്നു. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാവരുടെയും അത്തരത്തിലൊരു ബോധവൽക്കരണം നടത്തണം എന്നുള്ളത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ കോളനീസിലും അത് നടത്തിയിട്ടുണ്ട്. കോളനികളിലും ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഈ വനവിഭവ ശേഖരണങ്ങൾ നടത്തുന്ന ആൾക്കാർക്കൊന്നും ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് ജനറൽ ആയിട്ട് ചെയ്തിട്ടില്ല. ഇവിടെ മാത്രമല്ല, എല്ലാവരുടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോഴിക്കോട് വേറെ എവിടെ അന്വേഷിച്ചാലും അതങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മാത്രം സ്പെഷ്യലായിട്ട് ചെയ്തതല്ല. പിന്നെ ഇന്നലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പോയത് ഞങ്ങൾ സഹകരിക്കേണ്ട സാഹചര്യം. ഒരു ബോഡി വെച്ച് സമരം ചെയ്യരുത്. ആ ബോഡി ആ അവസ്ഥയിലുള്ള ബോഡിയല്ല, അത് കണ്ട ആളുകൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ചത്. അടക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അത് അടക്കിയിട്ടാണ് വരുന്നത്. ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ക്യാപ്ചർ ചെയ്യാനും ട്രാങ്കുലൈസ് ചെയ്യാനും ആവശ്യാനുസരണം വെടിവെക്കാനും ഉള്ള ഉത്തരവ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിന്റെ വ്യക്തത വരുത്തണം. എങ്ങനെയാണ് കൺഫ്യൂഷൻ തീർക്കണം മേഡം. കൂട്ടിൽ കയറിയാൽ വെടിവെക്കുമോ? ഇല്ല. കൂട്ടിൽ കയറിയാൽ നമുക്ക് ചെയ്യാൻ നമുക്ക് ഒരു എനിക്ക് അല്ല ഇതില് അത് നമ്മൾ ട്രാക്ക് ചെയ്താലേ നമുക്കത് അറിയുള്ളൂ. അല്ല പറയട്ടെ, എനിക്കൊന്ന് പറയാൻ പറ്റുമോ? ഒരാള് പറയും. ഏതാണ്? നമുക്കിവിടെ വേണ്ട. മേഡം അടക്കം ഇവിടുന്ന് പോയി ഗേറ്റ് കിടക്കണമെങ്കിൽ ഒരു സംശയമല്ല. ഞങ്ങൾ മേഡം ഞങ്ങളെ ഷൂട്ട് ചെയ്യണം. CS ദീപയും നാട്ടുകാരും തമ്മിലുള്ള പ്രതിഷേധമാണ്. കടുവയെ തിരിച്ചറിഞ്ഞാൽ ഷൂട്ട് ആൻഡ് സൈറ്റ് ആണോ എന്നുള്ള ചോദ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കടുവയെ കാണുന്ന നിമിഷം തന്നെ നിങ്ങൾ വെടിവെക്കുമോ? അങ്ങനെയെങ്കിൽ ആ ഉറപ്പ് കിട്ടണം എന്ന് അവരാവശ്യപ്പെടുന്നു. അതല്ല ഈ കടുവ തന്നെയാണോ രാധയെ ആക്രമിച്ചത് എന്ന് കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് മാറ്റുമോ എന്നുള്ള ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. അതുമാത്രമല്ല, നാട്ടുകാർക്ക് മുമ്പിൽ വനം വകുപ്പ് കൃത്യമായ ബോധവൽക്കരണം നടത്തിയിട്ടില്ല. കടുവയിറങ്ങിയ കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചിട്ടില്ല. അത് തദ്ദേശ സ്ഥാപനങ്ങളെ ഒന്നും തന്നെ അറിയിക്കാതെ ചെയ്തത് ശരിയായില്ല എന്നുള്ള പ്രതിഷേധവും അവർ ഉന്നയിക്കുന്നുണ്ട്. ആ തർക്കം തുടരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അവരെ വിളിച്ചു കൂട്ടും, അവരെ ബോധവൽക്കരണം കൊടുക്കും. അയ്യപ്പള്ളിയിൽ വന്നു. എന്താ സംഭവിച്ചത്?